നോക്കി ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് y പ്ലസ് സൈൻ വൈ ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, സിമ്പിളാ. വൈയുടെ ഡെറിവേറ്റീവ് നമുക്കൊരു ഫംഗ്ഷൻ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇത് എന്തൊരു ഫംഗ്ഷൻ? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ അല്ലയോ? വൈയെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇല്ല. സൈനകത്ത് കിടക്കും ഒരു വൈ, അങ്ങനെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നോക്കിക്കേ, നോക്കിയേ ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഇതാട്ടം അല്ലേ? സോ വൈയുടെ ഡെറിവേറ്റീവ് എന്താ? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ലെഫ്റ്റിലും ഡെറിവേറ്റീവ് എടുക്കും, റൈറ്റിലും ഡെറിവേറ്റീവ് എടുക്കും. സോ വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്. സൈൻ വൈയുടെ ഡെറിവേറ്റീവ് എന്താ? സൈൻ വൈയുടെ ഡെറിവേറ്റീവ്, സൈൻ്റെ ഡെറിവേറ്റീവ് കോസ്. സോ കോസ് വൈ ഇൻറ്റു എന്തുകൊണ്ട്? വൈയുടെ ഡെറിവേറ്റീവ് ഉണ്ട്. വൈയുടെ ഡെറിവേറ്റീവ് എന്താ? ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു നോക്കിയാൽ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഇനി നമുക്കറിയാം, ഞാൻ പറഞ്ഞായിരുന്നില്ലേ, ശരിക്കും പറഞ്ഞാൽ ഈ എക്സിൻ്റെയും എടുക്കും. എക്സിന്റെ ഡെറിവേറ്റീവ് പക്ഷെ എന്താ? അത് ഡി എക്സ് ബൈ ഡി എക്സ്. നമ്മളത് എന്ത് ചെയ്യാറില്ല, എഴുതാറില്ല. ഇത് എന്തോ ആവും? 1 ആവും. നമ്മളത് എന്ത് ചെയ്യാറില്ല, എഴുതാറില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്. ശരിക്കും എന്തുകൊണ്ട്? അകത്ത് കിടക്കുന്ന എക്സിന്റെയും ഡെറിവേറ്റീവ് എടുക്കുന്നുണ്ട്, പക്ഷെ അതെന്താ? 1. ഓക്കെ, പക്ഷെ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുത്താൽ അത് 1 ആവുമോ? ഇല്ല. അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, എഴുതിയേ പറ്റത്തുള്ളൂ. സോ കോസ് വൈ ഇനി വൈയുടെ എഴുതണം, സൈൻ എക്സ് എക്സിന്റെ എഴുതുന്നുണ്ട്, പക്ഷെ എക്സിന്റെ എന്താ? 1. എക്സിന്റെ ഡെറിവേറ്റീവ് 1. അതുകൊണ്ട് നമ്മൾ സാധാരണ എന്ത് ചെയ്യാറില്ലെന്നേ ഉള്ളൂ, എഴുതാറില്ലെന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി ഡി വൈ ബൈ ഡി എക്സ് എന്ത് ചെയ്യാം? ഒരു സൈഡിലോട്ട് എടുക്കാം. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുക്കാം. ഒരു സ്റ്റെപ്പ് കൂടെ എഴുതി കാണിച്ചു തരാം. സോ ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുത്താൽ ഇവിടുന്ന് ഡി വൈ ബൈ ഡി എക്സ് വന്നാൽ 1 ഉള്ളൂ, ബാക്കി ഇവിടുന്ന് ഡി വൈ ബൈ ഡി എക്സ് വന്നാൽ കോസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് വൈ. സിമ്പിൾ ബമ്പിൾ ഹമ്പിൾ. ഓക്കെ, ഈസി അല്ലേ? ഈസിയാണ്. അപ്പം മക്കളെ, ഞാൻ എപ്പോഴും പറയും, NCERT നമ്മൾ എന്തിനാണ് ഈ സോൾവ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് നിങ്ങൾ നോക്കിയാൽ മതി. IMUCT, അതുപോലെ തന്നെ നമ്മുടെ NDA, അതേപോലെ തന്നെ CUET, ഇങ്ങനത്തുള്ള എക്സാമുകൾസ്, കോമ്പറ്റീറ്റീവ് എക്സാമുകൾ വരുമ്പോഴത്തേക്കും അതിൽ മുഴുവൻ ചോദിച്ചേക്കുന്നത് NCERT-യിൽ നിങ്ങൾക്ക് എക്സസൈസിൽ ഉള്ള ക്വസ്റ്റ്യൻസും ആ മോഡൽ ക്വസ്റ്റ്യൻസ്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ആ കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കൊക്കെ ചോദിച്ച് കാണാറുള്ളത്. ഓക്കെ, ഇപ്പം ഞാൻ JEE മെയിൻസിൻ്റെയും JEE അഡ്വാൻസിൻ്റെയും ഒന്നും കാര്യം പറയുന്നില്ല. അതിൽ കുറച്ചുകൂടെ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷെ അതല്ലാത്ത ഒരുപാട് ടൈപ്പ് ഓഫ് എൻട്രൻസുകളുണ്ട്. അതിനെല്ലാം ബേസ് ചെയ്തേക്കുന്നത് എന്ത് തന്നെയാണ്? NCERT തന്നെയാണ്. ഇനി ഈ പറഞ്ഞതുപോലെ JEE മെയിൻസും അഡ്വാൻസും ഒക്കെ നോക്കിയാൽ തന്നെ, മെയിൻസ് നോക്കിയാൽ തന്നെ നിങ്ങൾ NCERT നിങ്ങൾ തറവാണെങ്കിൽ, പക്കയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ മാർക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ, JEE മെയിൻസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടെ ഒരു അഡീഷണൽ എഫേർട്ട് ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഓൾമോസ്റ്റ് NCERT ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നിങ്ങൾ കവർ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എക്സാംസിന് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? NCERT മൊത്തം തറവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നില്ല, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തത് എന്താ? ഇങ്ങനെ പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള എൻട്രൻസുകൾക്കും പ്രീവിയസ് ചോദിച്ചിട്ടുള്ള NCERT-യിലുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്? ഞാനിവിടെ അടുക്കി ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ, അടുക്കി വെച്ചിട്ടുണ്ടെന്ന്. ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും ചെയ്ത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാണിച്ച 40 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞ് ആ ചാപ്റ്റർ സെറ്റായെന്ന് പറഞ്ഞ് പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇനിയും ക്വസ്റ്റ്യൻസ് എവിടെ കിടപ്പുണ്ട്? നമ്മുടെ NCERT-യിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ എക്സസൈസ് കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്ത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ ആണേ? ഓക്കെ.